PSC ഡയറിയിലേക്ക് സ്വാഗതം. നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങളാണ്. കേരള PSCയുടെ 65ാം വാർഷിക വിശേഷൽ പതിപ്പിൽ കൊടുത്തിട്ടുള്ള സെറ്റ് 2 ആണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. സെറ്റ് 1 പ്രസ്താവന ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ക്ലാസ്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ അതുകൂടി കാണാൻ ശ്രമിക്കുക. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക്, സെറ്റ് 2വിലെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക, ഇതിൽ ശരി ഏതെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മളൊരു പ്രസ്താവന ചോദ്യം വായിക്കുമ്പോൾ ആദ്യം തന്നെ ആ പ്രസ്താവനയിൽ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് തന്നെ നോക്കി വെക്കുക. ഇവിടെ പറയുന്നത് ശരിയായിട്ടുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വരച്ചിടുന്നു അത്. അതിനുശേഷം പ്രസ്താവന 1 നമ്മൾ നോക്കുക. ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്ന് ഡോക്ടർ പൽപ്പുവിനെ വിശേഷിപ്പിച്ചത് റിട്ടിലൂക്കോസ് ആണെന്നാണ് പ്രസ്താവന 1 പറയുന്നത്. ഈ പ്രസ്താവന വളരെയധികം ശരിയാണ്. കാരണം ഈഴവരുടെ രാഷ്ട്രീയ പിതാവെന്ന് ഡോക്ടർ പൽപ്പുവിനെ വിശേഷിപ്പിച്ചത് റിട്ടിലൂക്കോസ് തന്നെയാണ്. അപ്പോൾ പ്രസ്താവന 1 ശരിയാണ്. അടുത്ത പ്രസ്താവന 2 പറയുന്നത് നോക്കാം. അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണെന്നാണ് രണ്ടാമത്തെ പ്രസ്താവന. അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധി തന്നെയാണ്. ഈ പ്രസ്താവനയും ശരിയാണ്. അങ്ങനെയാവുമ്പോൾ 1 C ആണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ അടുത്ത ഒരു ചോദ്യം നമുക്ക് നോക്കാം. അടുത്തൊരു ചോദ്യത്തിൽ പറയുന്നത്, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക, അതിൽ ശരി ഏതെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ശരി ഏതെന്ന് കണ്ടെത്തുക എന്നുള്ളത് നമ്മൾ വരച്ചിട്ടു. ഇങ്ങനെ വരച്ചതിന് ശേഷം നമ്മൾ ഈ പ്രസ്താവന 2 വായിച്ചതിന് ശേഷം ഒന്നുകൂടി നമ്മുടെ ചോദ്യത്തിൽ നോക്കണം, ശരിയേതാണോ തെറ്റേതാണോ, അങ്ങനെ തന്നെയാണ് നോക്കണം. കാരണം സാധാരണ നമ്മൾ ശരിയേതാണ് അല്ലെങ്കിൽ തെറ്റേതാണെന്ന് ക്വസ്റ്റ്യനിൽ നോക്കി വായിച്ചതിന് ശേഷം നമ്മൾ പ്രസ്താവന വായിച്ചിട്ട് ചിലപ്പോൾ നമ്മൾ അന്നേരത്തെ ഓപ്ഷൻ കാണുന്ന ഒരു യുക്തിക്കനുസരിച്ചിട്ട് ഓപ്ഷൻ എ എപ്പോഴും ഒരു കെണിയായിരിക്കും. അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് നമ്മൾ ചെയ്തു വെക്കാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്ന ഇതാണ്, ആദ്യം ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ശരിയാ ഏതെന്നാണോ തെറ്റേതെന്നാണോ കാണുക എന്നുള്ളത് കണ്ടുപിടിക്കുക. എന്നിട്ട് അത് നമ്മൾ വരച്ചിടുക എന്നുള്ളതാണ്. എന്നിട്ട് പ്രസ്താവന ശ്രദ്ധയോടെ വായിക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒന്നുകൂടെ നോക്കുക, ആ ശരിയാണോ തെറ്റാണോ, എന്നിട്ട് വേണം ആൻസർ ചെയ്യാൻ. കാരണം നമ്മളെ കുരുക്കാനുള്ള വഴി ഓരോ ക്വസ്റ്റ്യനിലും അവർ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടാവുന്ന കൃത്യമായ ബോധ്യം നമുക്കുണ്ടാകണം. അപ്പോൾ ഇവിടെ പ്രസ്താവന 1 പറയുന്നത്, ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിൽ നിന്നുണ്ടായിരുന്ന ഏക വനിതാ അംഗമായിരുന്നു ആനി മസ്ക്രീൻ എന്നാണ്. നമുക്കറിയാം, ഭരണഘടനാ നിർമ്മാണ സഭയിൽ മൊത്തം 17 മലയാളികളുണ്ടായിരുന്നു. അതിൽ 3 പേര് വനിതകളായിരുന്നു, അല്ലേ? ആനി മസ്ക്രീൻ, ദാക്ഷായണി വേലായുധൻ, അമ്മു സ്വാമിനാഥൻ എന്നിങ്ങനെ 3 വനിതകളുണ്ടായിരുന്നു. അതിൽ തിരുവിതാംകൂറിൽ നിന്ന് അല്ലെങ്കിൽ തിരുവിതാംകൂറിനെ പ്രതിനിധീകരിച്ചുണ്ടായിരുന്നത് ആനി മസ്ക്രീൻ മാത്രമാണ്. ബാക്കി 2 പേരും മദ്രാസ് പ്രവിശ്യയെ പ്രതിനിധീകരിച്ചിട്ടാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്. നമുക്കതറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ ഒരു പ്രസ്താവന ശരിയാണ്. പ്രസ്താവന 2 എന്ന് പറയുന്നത്, കേരള നിയമസഭയുടെ പ്രഥമ പ്രോട്ടൈം സ്പീക്കറായ വനിതയാണ് റോസമ്മ പുന്നൂസ് എന്നാണ്. ഈ ഒരു പ്രസ്താവനയും വളരെയധികം ശരിയാണ്. അപ്പോൾ ഈ 2 പ്രസ്താവനകളും ശരിയാണ് എന്നുള്ള ഓപ്ഷനാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്ത 3ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പലരും ഇത് ചോദിക്കുന്നുണ്ട്, എൻ്റെ ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ഉണ്ടാവുമെന്ന്. ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ഉണ്ടാവും. പിന്നെ അത് മാത്രമല്ല, മറ്റുള്ള ടോപ്പിക്കുകളുടെ ക്ലാസ്സുകൾ കൂടി ഉണ്ടാവും. എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് ഈ പ്രസ്താവന ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. ബാക്കി വൈകിട്ടും ഇതേപോലെ ഈ പുസ്തകത്തിൽ നിന്നുള്ള മറ്റ് ക്ലാസ്സുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ കാണുക. അടുത്ത് ഇവിടെ കൊടുത്തിരിക്കുന്ന പട്ടിക 1, പട്ടിക 2, ഈ 2 പട്ടികയിലും കൊടുത്തിട്ടുണ്ട്. ഇത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒന്നാമത്തെ പട്ടികയിൽ പറയുന്നത് മേച്ചിപ്പുല്ല് സമരം. ഒന്നാമത്തെ പട്ടികയിൽ പറയുന്നത് മേച്ചിപ്പുല്ല് സമരം. ഇത് നിങ്ങൾ ചിലർ കേട്ടിട്ടുണ്ടാവും, ചിലർ കേട്ടിട്ടുണ്ടാവത്തില്ല. അതേപോലെ തോൽവിറക് സമരം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പിന്നെ ഗുരുവായൂർ സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം, ഇങ്ങനെ 4 സമരങ്ങൾ അല്ലെങ്കിൽ സത്യാഗ്രഹങ്ങളെ കൊടുത്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ജില്ലകളാണ് കൊടുത്തിട്ടുള്ളത്: കോട്ടയം, കാസർഗോഡ്, കണ്ണൂർ, തൃശ്ശൂർ എന്നുള്ളത്. നമ്മൾ മേച്ചിപ്പുല്ല് സമരം എന്ന് കേട്ടിട്ടുണ്ടാവും, ചിലർ കേട്ടിട്ടില്ല. അപ്പോൾ മേച്ചിപ്പുല്ല് സമരം എന്ന് പറയുന്ന ആ ഒരു സമരം നടന്നിട്ടുള്ള ജില്ല എന്ന് പറയുന്നത് കണ്ണൂരാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മേച്ചിപ്പുല്ല് സമരം ഓപ്ഷൻ C ആണ് അതിൽ വരുന്നത്. മേച്ചിപ്പുല്ല് സമരമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ C ആണ്. ഓപ്ഷൻ C ഉള്ളത് നോക്കുമ്പോൾ നമുക്ക് ഇത് മാത്രമാണ് കാണാൻ പറ്റുക. അതായത് ഈ എയിൽ വരുന്ന ഇത് മാത്രമാണ്. ബാക്കി ഇത് ഓപ്ഷൻ B ആണ്, D ആണ്, A ആണ്. നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു, അല്ലേ? കാരണം ഓപ്ഷൻ 1 C വരുന്നത് ഇതേ ഉള്ളൂ. 1 C വരുന്നത് ഓപ്ഷൻ A ഉള്ളൂ. അടുത്ത 2 തോൽവിറക് സമരം. ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. തോൽവിറക് സമരം എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. അപ്പോൾ 2B ആണ് വരുന്നത്, 2B.
അപ്പോൾ 2B ഇവിടെ കറക്റ്റാണ് കേട്ടോ. 1C 2B. അത് ഗുരുവായൂർ സത്യാഗ്രഹം നിങ്ങൾക്കറിയാം. അത് ഗുരുവായൂർ എന്ന് പറയുന്ന സ്ഥലം തൃശ്ശൂരാണ്. തൃശ്ശൂർ. അപ്പോൾ അത് വരുന്നത് D ആണ്. ഡിയിൽ ഡി അല്ല, തൃശ്ശൂർ ഇതുണ്ട് D കണ്ട, D ആണ് വരുന്നത്. D ആണ്. അടുത്ത വൈക്കം സത്യാഗ്രഹം, വൈക്കം കോട്ടയം എന്ന ജില്ലയാണെന്ന് നിങ്ങൾക്കറിയാം. അത് A ഓപ്ഷനാണ്. അപ്പോൾ CBDA എന്നൊരു ഇതാണ്. അതായത് ഇതിൻ്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് 1A ആണ്. ഇത് നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തത് നിങ്ങൾ ബുക്കിൽ നോട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞു നിങ്ങളൊരു നോട്ട് ബുക്ക് നിങ്ങൾ കയ്യിൽ കരുതണം. കാരണം പുതിയതായിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയിലേക്ക് ഒരു നോട്ട് തയ്യാറാക്കി വെക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. പിന്നീട് നിങ്ങൾ ഈ നോട്ട് നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് പഠിക്കുമ്പോൾ നിങ്ങളൊരു നോട്ട് കയ്യിൽ വയ്ക്കുക. ഒരു ഷോർട്ട് നോട്ടായിട്ട് നിങ്ങൾ എഴുതി പോവുക. വലിച്ചു വാരിയൊന്നും എഴുതണ്ട. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ആ ഒരു രീതിയിൽ എഴുതുക. അടുത്ത 4ാമത്തെ ചോദ്യമാണ്, മലയാളി മെമ്മോറിയലിനെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. മലയാളി മെമ്മോറിയലിനെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് KP ശങ്കരമേനോനാണ്. അപ്പോൾ ഈ ഒരു ഇത് നോക്കുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. കാരണം മലയാളി മെമ്മോറിയൽ എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾക്കറിയാം ബാരിസ്റ്റർ GP പിള്ളയാണ് അതിന് നേതൃത്വം നൽകിയതെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ. ബാരിസ്റ്റർ GP പിള്ളയാണ് മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത്. അത് ശരിയാണ്. പക്ഷേ അതിനോടൊപ്പം ബാരിസ്റ്റർ GP പിള്ള ഒറ്റയ്ക്കല്ല, ബാരിസ്റ്റർ GP പിള്ളയാണ് നേതൃത്വം നൽകിയെങ്കിലും അതിനോടൊപ്പം പറയുന്ന ചില ആൾക്കാരുടെ പേരുകളുണ്ട്. അതിലൊന്നാമത്തെ ആൾ ഈ പറയുന്ന KP ശങ്കരമേനോനാണ്. KP ശങ്കരമേനോനാണ്. അപ്പോൾ ബാക്കി ഇനിയുമുണ്ട്. ചിലപ്പോൾ ഒരു പക്ഷേ ഇദ്ദേഹത്തെ മാറിയിട്ട് വേറെ ആരെങ്കിലും ചോദിക്കുക. അപ്പോൾ അതുകൊണ്ട് അവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. നമ്മുടെ ബാരിസ്റ്റർ GP പിള്ള കഴിയുമ്പോൾ പിന്നെ അദ്ദേഹത്തോടൊപ്പം KP ശങ്കരമേനോൻ, CV രാമൻ പിള്ള, ഡോക്ടർ പൽപ്പു, കാവാലം നീലകണ്ഠൻ പിള്ള, ഇത്രയും പേര് പ്രധാനപ്പെട്ടവരാണ്. മലയാളി മെമ്മോറിയലിൻ്റെ പ്രധാന നേതാക്കളാണ് ഈ പറയുന്ന നമ്മുടെ GP പിള്ളയെ കൂടാതെ KP ശങ്കരമേനോൻ, CV രാമൻ പിള്ള, ഡോക്ടർ പൽപ്പു, കാവാലം നീലകണ്ഠൻ പിള്ള എന്നിവര്. അപ്പോൾ ഇത് മാത്രമല്ല, മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത് ശ്രീമൂലം തിരുനാളിനാണ് സമർപ്പിച്ചിട്ടുള്ളത്. അത് സമർപ്പിച്ച വർഷം എന്ന് പറയുന്നത് 1891. ഈ വർഷം മിക്കവാറും ഇതും നമ്മുടെ ഈഴവ മെമ്മോറിയലുമായിട്ട് തിരിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് ഓർത്തിരിക്കുക, 1891 ജനുവരി 1 മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിനാണ് സമർപ്പിക്കുന്നത്. ശ്രീമൂലം തിരുനാളിന് മലയാളി മെമ്മോറിയൽ ആദ്യമായി ഒപ്പുവെച്ച ആളാണ് ഈ KP ശങ്കരമേനോൻ എന്ന് പറയുന്നത്. മലയാളി മെമ്മോറിയലിൽ ആദ്യമായി ഒപ്പുവെച്ചത് KP ശങ്കരമേനോനാണ്. ഇതിൽ മൂന്നാമതായി ഒപ്പുവെക്കുന്നത് ഡോക്ടർ പൽപ്പുവാണ്. ഇതിൽ മൊത്തം 10,028 പേരാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ 10,028 പേരാണ് ഇതിൽ ഒപ്പിട്ടിട്ടുള്ളത്. 10,028 പേരാണ്. 28 പേര്. പിന്നെ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ആ സമയത്ത് T രാമറാവു ആണ് ദിവാൻ എന്ന് പറയുന്നത്. പിന്നെ മലയാളി മെമ്മോറിയലിനെ കുറിച്ച് CV രാമൻപിള്ള ലേഖനങ്ങൾ എഴുതിയ പത്രമാണ് ഇത്. പക്ഷേ നിങ്ങൾ എന്തായാലും മലയാളി മെമ്മോറിയൽ എന്നുള്ളത് ഇത് പഠിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ആ ഒരു ടോപ്പിക്ക് കൂടെ പഠിച്ചു പോവുക. ആ ടോപ്പിക്ക് കൂടെ നിങ്ങൾ നോക്കി പോവുക. അപ്പോൾ പറയാം. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഓപ്ഷൻസ് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ഇത്രയാണ് മലയാളി മെമ്മോറിയലിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഇതിനോടൊപ്പം തന്നെ ഒരു ഈഴവ മെമ്മോറിയൽ ഉണ്ടല്ലോ, അതുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞേക്കാം. ഈഴവ മെമ്മോറിയൽ എന്ന് പറയുന്നത് അത് 1896 കേട്ടോ. ഈഴവ മെമ്മോറിയൽ എന്ന് പറയുന്നത് 1896 നോക്കണം, വർഷം നോക്കണം. മലയാളി മെമ്മോറിയൽ 91 മറ്റേത് 96 ഈഴവ മെമ്മോറിയൽ. എന്താണ് ഈഴവ മെമ്മോറിയൽ? തിരുവിതാംകൂറിൽ ഈഴവർക്ക് സർക്കാർ ഉദ്യോഗങ്ങളിൽ പ്രാതിനിധ്യം ലഭിക്കുന്നതിന് വേണ്ടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച നിവേദനമാണ് ഈഴവ മെമ്മോറിയൽ. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത് ഡോക്ടർ പൽപ്പു ആണ്. അത് 1896 സെപ്റ്റംബർ 3 ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്. ആ സമയത്തെ ദിവാൻ എന്ന് പറയുന്നത് ശങ്കര സുബ്ബയ്യായിരുന്നു. 13,176 പേരാണ് കേട്ടോ. അത് 13,000 ആണ്. 13,176 പേരാണ് അതിൽ ഒപ്പിട്ടിട്ടുള്ളത്. 176 പേര്. പിന്നെ അതിൻ്റെ ഈഴവ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത് ഡോക്ടർ പൽപ്പു ആണ്. അപ്പോൾ ഇത് രണ്ടെണ്ണം മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. മലയാളി മെമ്മോറിയൽ 1891 ഈഴവ മെമ്മോറിയൽ 1896 അല്ലെ 1896. അപ്പോൾ ഇവിടെ നമ്മൾ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ശരിയാണ്. ശരിക്കും പറഞ്ഞാൽ മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് KP ശങ്കരമേനോനാണ്. മലയാളി മെമ്മോറിയലിലെ മൂന്നാമത്തെ ഒപ്പുകാരനായിരുന്നു ഡോക്ടർ പൽപ്പു. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നല്ലോ. 10,000-ലധികം എന്നാണ് ഇവിടെ പറയുന്നത്. അത് ശരിയായിട്ടുള്ളതാണ്. കാരണം 10,028 പേരാണ് മലയാളി മെമ്മോറിയലിൽ ഒപ്പിട്ടത്. അപ്പോൾ 10,000-ലധികമാണ്. 10,000-ലധികം പേരാണ് മലയാളി മെമ്മോറിയലിൽ ഒപ്പിട്ടത്. ഇനി മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച വർഷം 1896 ഇതാണ് തെറ്റ്. കാരണം 1896 നമ്മളിപ്പോൾ പഠിച്ചു ഈഴവ മെമ്മോറിയലാണ് 1896 വരുന്നത്. 1891 മലയാളി മെമ്മോറിയൽ. അപ്പോൾ ഈ ഒരു ഓപ്ഷനാണ്, D എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇവിടെ തെറ്റായിട്ട് കൊടുത്തിട്ടുള്ളത്.
കേട്ടോ. അപ്പോൾ അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത് അയ്യങ്കാളിയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന എന്നാണ്. തെറ്റായ പ്രസ്താവന. അപ്പോൾ ആദ്യം നമ്മൾ തെറ്റായ എന്നുള്ള വരച്ചിടുന്നു. തെറ്റായ പ്രസ്താവന എന്നുള്ളതാണ് അയ്യങ്കാളിയെ സംബന്ധിച്ച്. ഒന്ന് നോക്കുക. പുലയ രാജാവ് എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. അത് ശരിയാണ്, നമുക്കറിയാം. 1941 അയ്യങ്കാളി അന്തരിച്ചത്. അതും ശരിയാണ്. നമ്മൾ അയ്യങ്കാളി പഠിക്കുമ്പോൾ നമുക്കറിയാവുന്ന പോയിന്റാണ്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. ഇത് വളരെ വളരെയധികം നന്നായിട്ട് അറിയാവുന്ന ഒരു പോയിന്റാണ്. അടുത്തൊരു ഓപ്ഷൻ നോക്കാം. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇവിടെ പറയുന്നത് അയ്യങ്കാളി ജനിച്ചത് 1881 ഇത് തെറ്റാണ്. 1863 അദ്ദേഹം ജനിക്കുന്നത്. അതുകൊണ്ട് ഇത് തെറ്റായിട്ടുള്ള ഓപ്ഷനാണ്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് തെറ്റ് ഏതെന്നാണ്. തെറ്റായ പ്രസ്താവന ഏതെന്നാണ്. തെറ്റായ പ്രസ്താവന ഇതാണ്, ഡി ആണ്. അയ്യങ്കാളി ജനിച്ച അയ്യങ്കാളി അതേപോലെ ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, പൊയ്കയിൽ യോഹന്നാൻ, അതുപോലെ വൈകുണ്ഠർ അല്ലെങ്കിൽ വൈകുണ്ഠസ്വാമികൾ, ഇത്രയും പേര് കൃത്യമായിട്ട് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ബാക്കിയുള്ളവരൊക്കെ അറിഞ്ഞിരിക്കുക, എന്നാലും പ്രയോറിറ്റി കൊടുക്കുക ഞാൻ ഈ പറഞ്ഞവർക്കൊക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് അടുത്തൊരു ചോദ്യം പറയുന്നത്. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്ന് നമുക്ക് നോക്കാം. തിരുവനന്തപുരം ജില്ലയിലെ കായിക്കര എന്ന സ്ഥലത്താണ് കുമാരനാശാൻ ജനിച്ചത്. ശരിയാണ്. തിരുവനന്തപുരം ജില്ലയിലെ കായിക്കര എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. 1924 കുമാരനാശാൻ അന്തരിച്ചത്. അതും ശരിയാണ്. 1924 തന്നെയാണ് അദ്ദേഹം അന്തരിച്ചത്, അല്ലേ? പല്ലനയാറ്റിലുണ്ടായ ബോട്ടപകടത്തിലാണ്, അല്ലെ, റെഡീമർ ബോട്ട് ദുരന്തം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പല്ലനയാറ്റിലുണ്ടായ ബോട്ടപകടത്തിലാണ് കുമാരനാശാൻ മരണപ്പെട്ടത്. ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്, പ്രസ്താവന തന്നെയാണ്. അടുത്ത 4ാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് കുമാരനാശാന്റെ ആദ്യ കൃതിയായ വീണപൂവ് ആദ്യം പ്രസിദ്ധീകരിച്ചത് മിതവാദിയിലാണ്. അപ്പോൾ 4ാമത്തെ പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ ഈ കൊടുത്തിട്ടുള്ള 4 പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിൽ ശരിയായിട്ട് വരുന്നത്. അടുത്ത ഒരു ചോദ്യം നമുക്ക് നോക്കാം. 7ാമത്തെ ചോദ്യമാണ്. അപ്പോൾ ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുമായി ബന്ധപ്പെട്ട പരീക്ഷകളൊക്കെ നമ്മൾ ടെലഗ്രാമിലും വാട്സപ്പിലുമായി നടത്താറുണ്ട്. അപ്പോൾ ടെലഗ്രാമിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. വാട്സപ്പിൽ അംഗമാകുവാൻ ആഡ്മി എന്ന് ആ നമ്പറിലേക്ക് റിക്വസ്റ്റ് അയച്ചാൽ മതി. അപ്പോൾ 7ാമത്തെ ചോദ്യമാണ്. 7ാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കുക. അതും ചേരുംപടി ചേർക്കാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. പട്ടിക 1ലും 2മായി കൊടുത്തിട്ടുണ്ട്. 1 താലിമാല സംഭവം എന്ന് കൊടുത്തിട്ടുണ്ട്, അല്ലെ? ഇത് ചിലർ ആദ്യമായിട്ടായിരിക്കും ഇത് കേൾക്കുന്നത്, താലിമാല സംഭവം. അതേപോലെ കണ്ടക്കൈ പുല്ലുപറി സമരം, ഇത് പുസ്തകത്തിൽ SCRT ടെക്സ്റ്റിലുള്ളതാണ്. കണ്ടക്കൈ പുല്ലുപറി സമരം. തോൽവിറക് സമരം കേട്ടിട്ടുണ്ട്. കരിവെള്ളൂർ സമരം നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കെ ദേവയാനി, PK കുഞ്ഞാക്കമ്മ, കാർത്യായനി അമ്മ, കമലാ പ്രഭു എന്നിവരാണ് ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള പട്ടികയിൽ കൊടുത്തിട്ടുള്ള ആ സംഭവവുമായി ബന്ധപ്പെട്ട വ്യക്തികളെന്ന് പറയുന്നത്. ഇതിൽ താലിമാല സംഭവവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് കമലാ പ്രഭു ആണ്. അതായത് 1D ആണ് വരുന്നത്. 1D വരുന്ന ഓപ്ഷൻ ഏതെന്ന് വെച്ചാൽ അത് സി ഓപ്ഷനാണ്. ബാക്കിയെല്ലാം വ്യത്യസ്തമായ ഓപ്ഷനാണ്. 1A. അപ്പോൾ ഇതല്ല 1A, ഇതല്ല, ഇതുമല്ല. അപ്പോൾ 1D വരുന്ന ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ശരി ഇത് തന്നെയാണ് വരുന്നത്, 1D. ഇനിയിപ്പോൾ താലിമാല സംഭവം എന്ന് പറയുന്നത് കമലാപ്രഭു ആണ് എന്നറിയാൻ പാടില്ലാത്തവർ കണ്ടക്കൈ പുല്ലുപറി സമരം അറിയാവുമെന്ന് നോക്കണം. കണ്ടക്കൈ പുല്ലുപറി സമരം ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് PK കുഞ്ഞാക്കമ്മയാണ്. അതായത് 2B ആണ്. 2B അറിയാവുന്നവരാണെങ്കിൽ അത് വെച്ച് കണക്ട് ചെയ്യും, അല്ലേ? 2B വരുന്നത് ഇപ്പോൾ ഇവിടെ 2B വരുന്നുണ്ട്, ഇവിടെ 2B വരുന്നുണ്ട്. അപ്പോൾ 2B വരുന്നുണ്ട്. പിന്നെ അടുത്ത തോൽവിറക് സമരം എന്തായാലും അറിയാവുന്ന ആൾക്കാരായിരിക്കും. തോൽവിറക് സമരം എന്ന് പറയുന്നത് അതിൻ്റെ ഓപ്ഷൻ സി ഓപ്ഷനാണ് വരുന്നത്. അതായത് തോൽവിറക് സമരവുമായി ബന്ധപ്പെട്ട് വരുന്നത് കാർത്യായനി അമ്മയാണ്. കാർത്യായനി അമ്മ 3C ഉള്ളത് കണ്ട ഇവിടെയാണ് 3C. വേറെ 3C അങ്ങനെ വരുന്നില്ല. അപ്പോൾ അങ്ങനെയും കണ്ടുപിടിക്കാം 3C ഉള്ളത്. അപ്പോൾ കരിവെള്ളൂർ സമരം ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നത് നമ്മുടെ കെ ദേവയാനി. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളെ നോട്ട്ബുക്കിലേക്ക് അറിയാൻ പാടില്ലാത്തത് എഴുതി വെക്കുക. ഇവിടെ ശരിയുത്തരമായി വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ഇതാണ് ശരിയുത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയുത്തരമായി വരുന്നത്. ഓപ്ഷൻ സി. അപ്പോൾ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതുമ്പോൾ ഇത് നോക്കി നിങ്ങൾ എഴുതി വെക്കുക. അപ്പോൾ ഏതൊക്കെയാണ് താലിമാല സംഭവം, അല്ലെ? താലിമാല സംഭവം എന്ന് പറയുന്നത് കമലാപ്രഭു ആണ്. കണ്ടക്കൈ പുല്ലുപറി സമരം എന്ന് പറയുന്നത് PK കുഞ്ഞാക്കമ്മയാണ്. അതേപോലെ തോൽവിറക് സമരം എന്ന് പറയുന്നത് കാർത്യായനി അമ്മയാണ്. കരിവെള്ളൂർ സമരം എന്ന് പറയുന്നത് ദേവയാനി. അപ്പോൾ ഇത്രയും ആണ് അതിൽ വരുന്നത്. അടുത്ത ഒരു ചോദ്യമാണ് 8ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക. അതിൽ ശരി ഏതെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്.
പ്രസ്താവനയൊന്ന്, തോലും വിറകും ഞങ്ങളെടുക്കും കാലൻ വന്ന് തടുത്താലും എന്നത് തോൽവിറക് സമരത്തിന്റെ പ്രധാന മുദ്രാവാക്യമായിരുന്നു എന്നാണ് പറയുന്നത്. അത് ശരിക്ക് അതിന്റെ മുദ്രാവാക്യം തന്നെയായിരുന്നു. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇത് ശരിയാണ്. ഒന്നാമത്തെ, തോലും വിറകും ഞങ്ങളെടുക്കും കാലൻ വന്ന് തടുത്താലും അത് എന്നത് തോൽവിറക് സമരത്തിന്റെ പ്രധാന മുദ്രാവാക്യമായിരുന്നു. അടുത്തത് കൊടുത്തുള്ള പ്രസ്താവന എന്ന് പറയുന്നത് പ്രസ്താവന 2, തോൽവിറക് സമരം അറിയപ്പെട്ട മറ്റൊരു പേരാണ് ചീമേനി സമരം. ചീമേനി സമരം, ഇത് കാസർഗോഡ് ജില്ലയാണ് ചീമേനി അല്ലേ, ചീമേനി സമരം. ഇതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ ഇവിടെ ഉത്തരം 8C ആണ്. 2 പ്രസ്താവനകളും ശരിയാണ് എന്നുള്ളതാണ്. ഇനി അടുത്ത 9ാമത്തെ ചോദ്യമാണ്. 9ാമത്തെ ചോദ്യം അതിൽ പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക, അതിൽ ശരി ഏതെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ശരി ഏതെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ 1ാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് പ്രോ പേട്രിയ എന്ന തൂലികാനാമത്തിൽ മദ്രാസ് സ്റ്റാൻഡേർഡിൽ ലേഖനങ്ങൾ എഴുതിയത് GP പിള്ളയാണ്. ഇത് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി ഇത് ശരിയായിട്ടുള്ള പ്രസ്താവന തന്നെയാണ് കേട്ടോ. ഇത് അറിയാവുന്നവർക്ക് പിന്നെ കുഴപ്പമില്ല, അറിയാൻ പാടില്ലാത്തവർക്ക് അതിനെ സംബന്ധിച്ച് ഇത് ശരിയാണോ എന്നൊരു ഡൗട്ട് ഉണ്ടാവും. പക്ഷേ ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. പ്രോ പേട്രിയ എന്ന തൂലികാനാമത്തിൽ മദ്രാസ് സ്റ്റാൻഡേർഡിൽ ലേഖനങ്ങൾ എഴുതിയത് GP പിള്ളയാണ്. ഇനി പ്രസ്താവന 2 പറയുന്ന കാര്യങ്ങൾ നോക്കാം. പ്രസ്താവന 2 തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് GP പിള്ളയാണ്. ഇതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് 2 പ്രസ്താവനകളും ശരിയാണ് എന്നുള്ള ഒരു ഓപ്ഷനാണ്. 2 പ്രസ്താവനകളും ശരിയാണ്. അടുത്ത 10ാമത്തെ ചോദ്യമാണ്. 10ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 10ാമത്തെ ചോദ്യം എന്താണ് പറയുന്നത്? 10ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക, അതിൽ ശരി ഏതെന്ന് കണ്ടുപിടിക്കുക. പ്രസ്താവന 1, മൈസൂർ നാട്ടുരാജ്യത്തെ സർക്കാർ സർവീസിലാണ് ഡോക്ടർ പൽപു സേവനമനുഷ്ഠിച്ചത്. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നമുക്കറിയാം, മൈസൂർ നാട്ടുരാജ്യത്തെ സർക്കാർ സർവീസിലാണ് ഡോക്ടർ പൽപു സേവനമനുഷ്ഠിച്ചത്. മദ്രാസ് മെയിൽ എന്ന പത്രത്തിൽ ജാതീയമായ വിവേചനങ്ങളെക്കുറിച്ച് തിരുവിതാംകോട്ടൈ തീയൻ എന്ന പേരിൽ ലേഖനം എഴുതിയത് ഡോക്ടർ പൽപു ആണ്. ഇതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെയും ഉത്തരവായി വരുന്നത് 8C ആണ്. 2 പ്രസ്താവനകളും ശരിയാണ് എന്നുള്ളതാണ്. അടുത്തത് പട്ടിക 1ഉം പട്ടിക 2ഉം ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. പട്ടിക 1ഉം പട്ടിക 2ഉം ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ പട്ടിക 1ാമത്തെ പട്ടിക നമുക്ക് നോക്കാം. 1ാമത്തെ പട്ടികയിൽ കൊടുത്തിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പട്ടിക 1 ഗാന്ധിജിയും ശാസ്ത്ര വ്യാഖ്യാനവും എന്നുള്ളതാണ്. ഗാന്ധിജിയും ശാസ്ത്ര വ്യാഖ്യാനവും സർവമത സാമരസ്യം പുസ്തകങ്ങളുടെ പേരാണ്. വൃത്താന്ത പത്രപ്രവർത്തനം, ജാതിക്കും, ഈ 4 പുസ്തകങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അടുത്ത ഇതിൻ്റെ തുടർച്ചയായിട്ട് വരുന്നതിൽ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത് നോക്കാം നമുക്ക്. അവിടെ ഇത് പട്ടിക 2 ഇത് 2 പേജിലാണ്. അതാണ് ഇങ്ങനെ വരുന്നത്. പട്ടിക 2 പറയുന്നത് 1 വാഗ്ഭടാനന്ദനാണ്, B K രാമകൃഷ്ണപിള്ള, C ചട്ടമ്പി സ്വാമികൾ, D പണ്ഡിറ്റ് കറുപ്പൻ. അതായത് പട്ടിക 1 കൊടുത്തിട്ടുള്ള പുസ്തകങ്ങൾ എഴുതിയത് ഇവരിൽ ആരൊക്കെയാണ് അവരുമായി മാച്ച് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് മറ്റേ പട്ടിക 1ലേക്ക് വരാം. ഗാന്ധിജിയും ശാസ്ത്ര വ്യാഖ്യാനവും എന്ന പുസ്തകം ശരിക്കും എഴുതിയിട്ടുള്ളത് വാഗ്ഭടാനന്ദനാണ്. വാഗ്ഭടാനന്ദൻ അല്ലേ, വാഗ്ഭടാനന്ദൻ വരുന്ന ഓപ്ഷനാണ്. അതായത് വാഗ്ഭടാനന്ദൻ വരുന്ന ആ ഒരു ഓപ്ഷനാണ് 1ആയിട്ട് ചേരുന്നത്. 1A എന്ന് പറയും. 1A വരുന്നത് ഇത് 3 1A തന്നെയാണ് വരുന്നത്. 1A ഇത് 3 1A തന്നെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ഓപ്ഷനിൽ നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് അടുത്ത 2ാമത്തെ ഇതിലേക്ക്, ഇത് 2 പേജിലായതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. സർവമത സാമരസ്യം എന്ന് പറയുന്നത് നമുക്കറിയാം ചട്ടമ്പി സ്വാമികളുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങളാണെന്ന് നമുക്കറിയാം. അപ്പോൾ ചട്ടമ്പി സ്വാമികൾ വരുന്നത് C ആണ് അല്ലേ. 2C വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് 1 ഇതും 1 ഇതുമാണ്. 2C. അപ്പോൾ 2C. ഇനി മൂന്നാമത്തെ ചോദ്യം വൃത്താന്ത പത്രപ്രവർത്തനം എന്നുള്ളതാണ്. വൃത്താന്ത പത്രപ്രവർത്തനം അത് സ്വദേശാഭിമാനി K രാമകൃഷ്ണ പിള്ളയാണെന്ന് നമുക്കറിയാം. അത് വരുന്ന ഓപ്ഷൻ നോക്കുക. അത് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് B ആണ്. B അല്ലേ. 3B വരുന്നത് ഇവിടെ. അപ്പോൾ 3B ഇവിടെയും 3B വരുന്നുണ്ട് അല്ലേ. 3B വരുന്നുണ്ട്. 1A 2C 3B അല്ലേ. 3B അത് കറക്റ്റായിട്ട് വരുന്നുണ്ട്. 1A 2C 3B. അപ്പോൾ നമുക്ക് 1A 2C 3B വരെ. അപ്പം നമുക്ക് അടുത്ത 4ാമത്തെ ആ ഒരു പോയിന്റിലേക്ക് നമുക്ക് നോക്കാം. 4ാമത്തെ ജാതിക്കുമ്മി, അത് പണ്ഡിറ്റ് കറുപ്പനാണെന്ന് നമുക്കറിയാം. പണ്ഡിറ്റ് കറുപ്പൻ അല്ലേ. പണ്ഡിറ്റ് കറുപ്പൻ വരുന്നത് D ഓപ്ഷനാണ്. D ഓപ്ഷൻ. അപ്പോൾ അത് കറക്റ്റാണ്. ഇവിടെ ഇത് ഓൾമോസ്റ്റ് സെയിം ആണ് ഈ കൊടുത്തിരിക്കുന്ന 2ഉം അല്ലേ. 1A 2C 3B 4D. 1A 2C 3B 4D. അപ്പോൾ ഈ 2 ഓപ്ഷനും ശരിയായിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്.
ഇതിൽ ആൻസർ ഇതിൽ രണ്ടും ശരി ഓപ്ഷൻ തന്നെയാണ് കേട്ടോ. അത് മിസ്റ്റേക്ക് ആയിരിക്കും അതിൽ. അപ്പോൾ അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് ആ പേര് കിട്ടിയല്ലോ, ആരൊക്കെയാണെന്നുള്ള ആ പേര് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, അത് ആ ബുക്കിലേക്ക് എഴുതി വെക്കുക. അതിൽ ഗാന്ധിജിയും ശാസ്ത്ര വ്യാഖ്യാനവും അത് വാഗ്ഭടാനന്ദന്റെ കൃതിയാണ്. അതുപോലെ സർവമത സാമരസ്യം ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. വൃത്താന്ത പത്രപ്രവർത്തനം കെ സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയുടെ കൃതിയാണ്. ജാതിക്കുമ്മി പണ്ഡിറ്റ് കറുപ്പിൻ്റെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് ഇതിൽ പഠിക്കാനുള്ളത് എഴുത്തച്ഛൻ പുരസ്കാരമാണ് അടുത്ത് പഠിക്കാനുള്ളത്. ഇത് നമുക്ക് എളുപ്പമാണ്, ഇത് ഉറപ്പായിട്ട് ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് ഉണ്ടാവും. ഇതിൽ ആദ്യം തന്നെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്, ഇതിൽ കുറേ വർഷങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നോട്ട് ചെയ്യണം. ഇതിലേതെങ്കിലും ഒന്ന് ചോദിക്കാം. ഇതിൽ ആദ്യം തന്നെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് കിട്ടിയതിനാണ് ഏറ്റവും ലേറ്റസ്റ്റ് സാധ്യത. അപ്പോൾ അത് 2023 കിട്ടിയത് SK വസന്തനാണ് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. SK വസന്തൻ അല്ലേ. നമ്മൾ എഴുത്തച്ഛൻ എന്ന് പറയുന്ന പോലെ തന്നെ ഡോക്ടർ SK വസന്തൻ എന്ന് പറയുമ്പോൾ ഒരു നീളമുള്ള പേരാണെന്ന് സങ്കല്പിച്ചു വയ്ക്കുക. പിന്നെ വസന്തകാലം അല്ലേ, അങ്ങനെ ഒരു പോസിറ്റീവ് സെൻസിൽ വരുന്ന ഒരു സംഭവമാണ് അല്ലേ, വസന്തകാലം. അപ്പോൾ ഡോക്ടർ SK വസന്തൻ 2023 എഴുത്തച്ഛൻ പുരസ്കാരം. എഴുത്തച്ഛൻ എന്നതുപോലെ നീളമേറിയ ഒരു വാക്കാണ് ഡോക്ടർ SK വസന്തൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾക്ക് എക്സാം ഹാളിൽ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കിട്ടിയെങ്കിൽ ഇനി അടുത്തത് ഓർക്കുക. അപ്പോൾ 2023 ഇച്ചിരി നീളം കൂടിയ ഒരു പേരുള്ള ഒരാളാണ് വസന്തം എന്നൊക്കെ കേട്ട് ഇങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ട് നിങ്ങൾ ഓർത്തിരിക്കും. പക്ഷേ ഇതിന് തൊട്ട് മുമ്പ് കിട്ടിയാൽ 2 അക്ഷരമുള്ള ചെറിയ പേരുകാരനാണ് അല്ലെ, സേതു എന്നാണ് പറയുന്നത്. 2022 സേതു. അപ്പോൾ ഞാനീ പറഞ്ഞൊരു ഇത് വെച്ചിട്ട് നിങ്ങൾ ചിലപ്പോൾ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരും ഈ ഓപ്ഷൻ കാണുമ്പോൾ സേതുവും SK വസന്തനും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, 2023 ലേറ്റസ്റ്റ് കിട്ടിയ ഒരു നീളമുള്ള പേരാണെന്നാണല്ലോ സാറ് പറഞ്ഞത്, 2022 ചെറിയ പേരുകാരൻ എന്നാണല്ലോ പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങൾ ഈ 2 പേര് ഇപ്പോൾ 2 പേരുടെ പേര് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, SK വസന്തൻ പിന്നെ അതേപോലെ സേതു. ഇനി നിങ്ങൾ കൃത്യമായി ഓർത്തിരിക്കേണ്ടത് 2018 M മുകുന്ദനാണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇത് കിട്ടിയാൽ 2018 കിട്ടിയാൽ നിങ്ങൾക്ക് 2017 അതേപോലെ 2019 നിങ്ങൾക്ക് കിട്ടും. കാരണം M മുകുന്ദനാണ് 2018 കിട്ടുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. M മുകുന്ദൻ 2018 M മുകുന്ദൻ എന്ന് എഴുതുമ്പോൾ നിങ്ങൾ ഇന്ദ നോക്കിയാൽ ഇവിടെ ഇന്ദയിലെ ഇവിടെ ഒരു 8 പോലെ നിങ്ങൾ ഇപ്പുറത്തോട്ട് വരച്ചാൽ കാണാൻ പറ്റും. അതായത് മുകുന്ദൻ എന്ന് എഴുതുന്ന മുകുന്ദൻ. അപ്പോൾ 2018 കിട്ടാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ നമ്മൾ ആക്കിയാൽ 8 പോലെ കിട്ടും. ചുമ്മാ പറയുന്നതാണ് കേട്ടോ, ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2018 M മുകുന്ദനാണ് കിട്ടിയെന്ന് ഓർത്തിരിക്കുക. M മുകുന്ദന് മുമ്പ് K സച്ചിദാനന്ദനും M മുകുന്ദന് ശേഷം P സച്ചിദാനന്ദനും. അപ്പോൾ 2 സച്ചിദാനന്ദൻ തന്നെയാണ്, ഇനിഷ്യൽ മാത്രമേ മാറ്റമുള്ളൂ. ഇദ്ദേഹം K സച്ചിദാനന്ദൻ കവി കൂടിയാണ്. അത് ഓർത്തിരിക്കാൻ K എന്നുള്ളത് കവി എന്ന് ഓർത്താലും മതി. അപ്പോൾ ഈ 2018 M മുകുന്ദന് മുമ്പ് കിട്ടിയിട്ടുള്ളത് 2017 K സച്ചിദാനന്ദനും 2018 ശേഷം 2019 P സച്ചിദാനന്ദനുമാണ്. അപ്പോൾ K സച്ചിദാനന്ദൻ 2 സച്ചിദാനന്ദന്മാരുടെ ഇടയ്ക്കാണ് M മുകുന്ദൻ എന്ന് ഓർത്തിരിക്കുക. ഇത് P സച്ചിദാനന്ദൻ. ഇവിടെ ഓർക്കാം, ഇനിയിപ്പോൾ P സച്ചിദാനന്ദൻ കിട്ടിയപ്പോൾ ബാക്കി ഈ പ എന്ന് പറയുന്ന ഒരു അക്ഷരത്തെ കണക്ട് ചെയ്ത് ബാക്കി ഓർത്തിരിക്കാൻ പറ്റും. P സച്ചിദാനന്ദൻ, ഇദ്ദേഹം 2020 സക്കറിയ എന്ന് പറഞ്ഞാൽ അത് പോൾ സക്കറിയ എന്നാണ്. അപ്പോൾ P സച്ചിദാനന്ദൻ, പോൾ സക്കറിയ, P വത്സല. P എന്ന് വരും ഇങ്ങോട്ടുള്ളത്. അതായത് 2019 തൊട്ട് 2021 വരെ P എന്ന എന്ന ലെക്ചർ ഉപയോഗിച്ചിട്ടുള്ള പേരുകാരാണ്. P സച്ചിദാനന്ദൻ നമുക്ക് കിട്ടിയല്ലോ. പിന്നെ പോൾ സക്കറിയ P വത്സല. പിന്നെ P വന്നു, P 2 P കിടക്കൊരു പോ വന്നു. മനസ്സിലായി? ഇതൊക്കെ ഞാനിത് ഒരു ക്ലൂ ആയിട്ടാണ്. നിങ്ങൾ എങ്ങനെയെങ്കിലും ഇത് മനസ്സിലാക്കി വെക്കുക. ഇത് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇനി ഉച്ച കഴിയുമ്പോൾ ഇതൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അത് കഴിഞ്ഞ് വൈകിട്ടും ഒന്ന് ആലോചിക്കുക. ഇപ്പോൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന പോലെ 3 നേരം വെച്ചിട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക. കിട്ടാത്തത് മാത്രം ബുക്ക് എടുത്ത് നോക്കുക. ഈ പറഞ്ഞൊരു ക്ലൂ വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടും. കാരണം 2018 നിങ്ങൾക്ക് ഇപ്പോഴേ കിട്ടിയിട്ടുണ്ടാകും. നിങ്ങൾ കണ്ണടച്ചൊന്ന് ആലോചിച്ച് നോക്കുക. 2018 M മുകുന്ദൻ, 2017 അതായത് M മുകുന്ദന് മുമ്പ് K സച്ചിദാനന്ദനും M മുകുന്ദന് ശേഷം P സച്ചിദാനന്ദനും. അപ്പോൾ 2019 P സച്ചിദാനന്ദൻ കിട്ടി. ഇനി അങ്ങോട്ട് ഒരു വെച്ചിട്ടുള്ള ഒരു കളിയാണ് 3 അല്ലേ. P സച്ചിദാനന്ദൻ, പോൾ സക്കറിയ, P വത്സല അല്ലേ. അപ്പോൾ 2021 വരെ കിട്ടി. പിന്നെ സേതു, പിന്നെ SK വസന്തൻ, അങ്ങനെ കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ 2019 P സച്ചിദാനന്ദൻ, 2020 പോൾ സക്കറിയ, P വത്സല, അതേപോലെ പിന്നെ സേതു, പിന്നെ SK വസന്തൻ, ഇങ്ങനെ ഓർത്തിരിക്കുക. അപ്പോൾ ഇനി അവസാനത്തെ 2 നമ്മൾ പഠിക്കാനുള്ള ഒരു ക്ലൂ നമ്മൾ പറഞ്ഞിരുന്നു. SK വസന്തൻ നീളമുള്ള പേരാണ് അല്ലെ ഈ ലേറ്റസ്റ്റ് കിട്ടിയത്. അതിന് മുമ്പ് കിട്ടിയത് ചെറിയ നീളം കുറഞ്ഞ പേരുകാരനാണെന്ന്. അപ്പോൾ അങ്ങനെയും അവിടെ നമുക്ക് ഇത്രയും പേര് അല്ലെ നമുക്ക് കാണാതെ പഠിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. അപ്പം നിങ്ങൾ ആദ്യം ഇത് കണ്ടപ്പോൾ നിങ്ങളൊന്ന് പേടിച്ച് കാണും അല്ലെ. ഇത് എത്ര വർഷത്തെ ഉണ്ട്? 3, 6, 7 വർഷത്തെ പഠിക്കണമെന്ന്. ഇപ്പോൾ 7 വർഷത്തെ നിങ്ങൾക്ക് സുഖമായിട്ട് അല്ലെങ്കിൽ എളുപ്പമായിട്ട് തോന്നുന്നില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. ഇനി നിങ്ങൾ ഇത് കയ്യിൽ നിന്ന് പോകാതിരിക്കാൻ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ആലോചിക്കുക, ആർക്കെങ്കിലും ഇത് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് ഉള്ളത്. അപ്പോൾ ഇത്രയും നമ്മുടെ ക്ലാസ് തുടർന്നും കാണുക. താങ്ക് യു.